പറയാനുണ്ട്. എന്താണെന്നറിയാമോ? എങ്കിലും എനിക്ക് ലാഭമായിരുന്നൊക്കെ ക്രിസ്തു നിമിത്തം എന്ത് ചെയ്തിരിക്കുന്നു? ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. ഇന്നലകളിലെ എണ്ണിയിരിക്കുന്നു എന്നുള്ളതാ. ഇനി അടുത്തത് പദം കേട്ടണോ? അത്രയുമല്ല, ഇന്നത്തെ കാര്യമാ. ഇന്നലത്തെ എണ്ണിയിരിക്കുന്നു, അല്ല ചെയ്തതൊക്കെ എണ്ണിയിരിക്കുന്നു. പിന്നെ അത്രയുമല്ല, എന്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. പ്രസന്റ്. അത് പാസ്റ്റ് ആയിരുന്നെങ്കിൽ ഇത് പ്രസന്റ്. അടുത്തത് പറയുന്നു, 32 വർഷം കഴിഞ്ഞപ്പോൾ, നമ്മളായിരുന്നേ 32 വർഷം കഴിഞ്ഞ എന്നൊക്കെ പറഞ്ഞേര് അല്ലേ? പൗലോസ് AD 62 കാരാഗ്രഹത്തിൽ കിടക്കുക, റോമൻ കാരാഗ്രഹത്തിൽ. അത് തടവുകാരനായി കിടക്കുകയാ, ജയിലിന്റെ അകത്തല്ല. പിന്നെ ഒരു വീട്ടു തടങ്കിൽ കിടക്കുമ്പോ 4 തൂലിക പുറത്തു വന്ന് പതകം പറയുക. കേട്ടോണോ? ഇങ്ങനെ പറയുന്നത്, ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം തന്ന നീതി തന്നെ ലഭിച്ച്, ന്യായപ്രമാണത്തിലെ എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം തന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോടെ രൂപപ്പെട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ സാക്ഷാത്കാരത്തെയും രുചിച്ചറിഞ്ഞുകൊണ്ട് വല്ലവിധേനയും മരിച്ചവരുടെ നിന്ന് പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ സകലതും അവന്റെ നിമിത്തം അത് ചാണകമെന്നെണ്ണുന്നു.